കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ അനുതാപപൂർവം ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, എന്നാൽ വിചാരങ്ങളാലും വാക്കാലും പ്രവൃത്തിയാലും വീക്ഷണയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ വലിയ പിഴ അങ്ങേയാൽ നിത്യനിയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാതാക്കന്മാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ ദൈവത്തോട് സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
ലോകത്തെ അങ്ങേ പുത്രന്റെ താഴ്മയാൽ അങ്ങ് സമുദരിച്ചുവല്ലോ. അങ്ങേ വിശ്വാസികൾക്ക് ദിവ്യാനന്ദം നൽകണമേ. അങ്ങനെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ചവരെ നിത്യമായ സന്തോഷത്താൽ ആഹ്ലാദിക്കുവാനും ഇടയാക്കിയണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല, ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല. നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത്. സൃഷ്ടികളെല്ലാം നിരപരാധർക്കുള്ള സമ്മാനം വില വച്ചില്ല. ദൈവം മനുഷ്യനെ അനിശ്ചിതതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവൻ്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവെ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവെ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാക്കിയില്ല. കർത്താവെ, അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി. മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു. കർത്താവെ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കുവിൻ. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ, അവിടുത്തെ പ്രസാദം അജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. കർത്താവെ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവെ, എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ. കർത്താവെ, അവിടുന്ന് എന്നെ സഹായിക്കണമേ. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. ദൈവമായ കർത്താവെ, ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും. കർത്താവെ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നത് പോലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകാൻ വേണ്ടി തന്നെ. മറ്റുള്ളവർ കഷ്ടപ്പെടുന്നതും നിങ്ങൾ കഷ്ടപ്പെടണം എന്നുമല്ല ഞാൻ അർത്ഥമാക്കുന്നത്. അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം സമത്വമുണ്ടാകുമെന്നാണ് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ, അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല, അല്പം സമ്പാദിച്ചവന് കുറവുമുണ്ടായിരുന്നില്ല. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു മരണത്തെ ഇല്ലാതാക്കുകയും തൻ്റെ സുവിശേഷത്തിലൂടെ ജീവനും അനശ്വരതയും വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കാതുകൾ
സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് വലിയൊരു ജനക്കൂട്ടം തിങ്ങി മെരുങ്ങി ഈശോയെ പിന്തുടർന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തല്ലോ. അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നു എന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് അറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് ചോദിച്ചു, ആരാണ് എന്നെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിങ്ങിക്കൂടുന്നത് കാണുന്നില്ലേ? എന്നിട്ടോ ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ആരാണ് അത് ചെയ്തത് എന്നറിയുവാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞ് ഭയന്നു വിറച്ച് അവനെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടു കൂടെ പോവുക. കർത്താവിന്റെ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കുന്ന ഒരത്ഭുതം നമ്മൾ ശ്രമിക്കുകയാണ്. മൈ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മൈ സൺ. ഇത് ഒരു കവിതയാണ്. എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ്. മൈ ചൈൽഡ് ഈസ് ഫാദർ ഓഫ് മൈ സൺ. ഇതാണ് ഈ കവിതയുടെ പേര്. ഈ കവിതയുടെ ഇതിവൃത്തം ഇപ്രകാരമാണ്. ഏകദേശം 6-7 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി, അവൾ തിരിച്ചറിയുകയാണ് അവൾക്ക് ഒരു കുഞ്ഞനുജനെ ലഭിക്കുവാൻ പോകുന്നു. അവളുടെ വീട്ടിലേക്ക് ഒരു പുതിയ അംഗം കൂടി അനുജനായിട്ട് കടന്നു വന്നിരിക്കുന്നു. അങ്ങനെ പുതുതായിട്ട് ലഭിച്ചിരിക്കുന്ന കുഞ്ഞനുജനെ കാണുവാനായി ഈ കൊച്ചു ചേച്ചി ഇവൾ ഹോസ്പിറ്റലിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇവൾ പോകുമ്പോൾ കുഞ്ഞനുജന് വേണ്ടി ഒരു സമ്മാനം ഒരുക്കിയിട്ടുണ്ട്. തനിക്ക് ഒരു അനുജൻ വരുവാൻ പോകുന്നു എന്നറിയുന്ന ഇവന് വേണ്ടി ഒരു കവിതയൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട് സ്വീകരിക്കുവാനായി. ഈ കവിതയൊക്കെ ആയിട്ടാണ് ഈ കൊച്ചുമകൾ ആശുപത്രിയിലേക്ക് പോകുന്നത്. ആശുപത്രിയിൽ ചെല്ലുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ജനനത്തോടൊപ്പം ഈ കുഞ്ഞ് മരണപ്പെട്ടുപോയി. അങ്ങനെ നിശ്ചലമായി ഈ കുഞ്ഞ് ബെഡിൽ കിടക്കുകയാണ്. പക്ഷേ ഈ കൊച്ചുമകൾ ഇതൊന്നും അറിയുന്നില്ല. അവൾ ഓടിച്ചെന്നിട്ട് തൻ്റെ കുഞ്ഞനുജൻ ഉറങ്ങുകയാണ് എന്ന് വിചാരിച്ച് അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ ശരീരത്തോട് ചേർന്ന് കിടന്നിട്ട് ഇവൾ ദിവസങ്ങളും മാസങ്ങളുമായി ധ്യാനിച്ച് എഴുതിയ കവിത ഇവന്റെ ചെവിയിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഉണരുന്നതുവരെ ഞാൻ പാടിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് ഈ കുഞ്ഞനുജനെ കെട്ടിപ്പിടിച്ച് ഇവൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. കവിത അവസാനിക്കുന്നത് ഇപ്രകാരമാണ്. പെട്ടെന്ന് ഈ കുഞ്ഞിൽ ഒരു ജീവൻ തുടിക്കുകയാണ്. ഈ കുഞ്ഞ് ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ടാണ്
കവി ഈ കവിതയ്ക്ക് ഇങ്ങനെ ഒരു പേര് നൽകിയിരിക്കുന്നത്. മൈ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മൈ സൺ. എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ പിതാവാണ് എന്നുള്ള തലക്കെട്ട് ഈ കവിതയ്ക്ക് നൽകുന്നത്. ആ കുഞ്ഞിന് ജീവൻ നൽകുന്ന മകളായിട്ട് അവിടെ അവൾ മാറുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 12 വർഷക്കാലമായി രക്തസ്രാവം മൂലം അതിമാനസികമായി പീഡകൾ അനുഭവിച്ചിരുന്ന ഒരുവളെ ഈശോ സൗഖ്യപ്പെടുത്തുകയാണ്. ഇനി ഈശോ ഈ 12 വർഷക്കാലമായി ഇത്തരം രോഗാവസ്ഥയുള്ള ഇവളെ സൗഖ്യപ്പെടുത്തുവാൻ ഉണ്ടാവുന്ന സംഭവം ജായിറോസ് എന്ന ഒരു പ്രമുഖന്റെ മകളെ സൗഖ്യപ്പെടുത്തുവാനായി പോകുന്ന വഴിയാണ്. 12 വയസ്സുള്ള മറ്റൊരു പെൺകുട്ടി, അവൾക്ക് സൗഖ്യത്തിനായി ഈശോയോട് ജായിറോസ് എന്ന സമൂഹത്തിലെ പ്രമുഖൻ ആവശ്യപ്പെടുമ്പോൾ ആ പെൺകുട്ടിയെ സൗഖ്യപ്പെടുത്തുവാനായി ഈശോ പോകും വഴിയാണ് ഈ രക്തസ്രാവക്കാരിയെ ഈശോ കണ്ടുമുട്ടുന്നത്. 12 വയസ്സുള്ള പെൺകുട്ടിക്ക് ഈശോ ജീവൻ നൽകുമ്പോൾ യഥാർത്ഥത്തിൽ 12 വർഷമായി മരിച്ച് ജീവിക്കുകയായിരുന്ന ഈ സ്ത്രീക്കും ഈശോ ജീവൻ നൽകുകയാണ്. അതുകൊണ്ടാണ് ആമുഖത്തിൽ അച്ഛൻ പറഞ്ഞു വെച്ച കവിത, ജീവൻ നൽകുന്ന കവിത. ഈശോ ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ 12 വയസ്സുള്ള പെൺകുട്ടിക്കും 12 വർഷക്കാലമായി ശാരീരിക പീഡ അനുഭവിച്ച ഈ സ്ത്രീക്കും സൗഖ്യം നൽകുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ബൈബിൾ വിചിന്തകർ ഈ സ്ത്രീയെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇവളുടെ പേര് ബെർണീസ് എന്നാണ്. കേസറിയ ഫിലിപ്പി എന്ന് വിളിക്കപ്പെടുന്ന ദേശത്ത് നിന്ന് വരുന്നവളാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ. കേസറിയ ഫിലിപ്പി എന്ന് പറയുമ്പോൾ ഈശോയെ സംബന്ധിച്ചിടത്തോളം ഇവൾ ഒരു വിജാതീയ സ്ത്രീയാണ്. ഇങ്ങനെ വിജാതീയ സ്ത്രീ ഈശോയെ കുറിച്ച് കേട്ടിരിക്കുകയാണ്. അപ്പോഴുള്ള അവസ്ഥ എന്തെന്ന് വെച്ചാൽ ഈശോയുടെ ചുറ്റും വലിയ പുരുഷാരം തിങ്ങിക്കൂടി നിൽക്കുകയാണ്. ഈശോയുടെ ശരീരത്തെ സ്പർശിച്ചുകൊണ്ട് തൊട്ടുരുമിക്കൊണ്ട് വലിയ പുരുഷാരം ഈശോയോട് കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രക്തസ്രാവക്കാരി കടന്നു വന്നിട്ട് ഈശോയുടെ വസ്ത്രാഞ്ചലത്തിൽ സ്പർശിക്കുന്നത്. ഉടനെ തന്നെ ഈശോ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ സ്പർശിച്ചത്? ശിഷ്യന്മാർ ഒരു പരിഹാസ രൂപേണ തന്നെ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ ഇവിടെ സ്പർശിക്കാതെ നിൽക്കുന്നത് എന്ന്. പ്രിയമുള്ളവരെ, ഈശോ ചോദിക്കുന്നു, ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഇത്രയും പുരുഷാരം നിന്റെ ശരീരത്തെ തൊട്ടുരുമി നിൽക്കുമ്പോഴും ആരാണ് നിങ്ങളുടെ സ്പർശിക്കാതെ നിൽക്കുന്നത്? പ്രിയമുള്ളവരെ, ഈശോ വീണ്ടും ചോദിക്കുന്നു, ആരാണ് എന്നെ സ്പർശിച്ചത്? മറ്റുള്ളവരെല്ലാം ഈശോയെ ശരീരം കൊണ്ട് സ്പർശിച്ചപ്പോൾ ഈ രക്തസ്രാവക്കാരി ഈശോയെ സ്പർശിച്ചത് അവളുടെ ഹൃദയം കൊണ്ടാണ്. നമുക്ക് ഈശോയെ നമ്മുടെ ഹൃദയം കൊണ്ട് സ്പർശിക്കുവാൻ സാധിക്കണം. നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് ഈശോയെ സ്പർശിക്കുമ്പോൾ ആ സ്പർശനം സൗഖ്യത്തിന്റെ വഴിധാരയായി തീരുന്നുണ്ട്. മറ്റുള്ളവരെല്ലാം ശരീരം കൊണ്ട് ഈശോയെ സ്പർശിച്ചപ്പോൾ ഹൃദയം കൊണ്ട് ഈശോയെ സ്പർശിച്ചവളാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഹൃദയം തുറങ്ങുന്ന അനുതാപത്തിന്റെ ധ്യാനങ്ങളെ കുറിച്ചൊക്കെ. എന്നാൽ ഈ ധ്യാനത്തില് ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കുചേരുന്നു എങ്കിലും ചുരുക്കം ചില മനുഷ്യർക്കാണ് സൗഖ്യം ലഭിക്കുന്നത്. ചുരുക്കം ചില മനുഷ്യരാണ് സാക്ഷ്യമായി തീരുന്നത്. നൂറുകണക്കിന് ആളുകൾ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നു എങ്കിൽ ചിലപ്പോൾ കുറച്ച് ചുരുക്കം ചില ആളുകൾക്ക്
അനുഭവവേദ്യമായിട്ടൊക്കെ തീരുന്നു. കാരണം ചില മനുഷ്യരൊക്കെ ശരീരം കൊണ്ട് സാന്നിധ്യം അറിയിക്കുമ്പോൾ മറ്റു ചിലരൊക്കെ ഹൃദയം കൊണ്ടോ ശരീരം കൊണ്ടോ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് ഈശോ അരുളി ചെയ്യുന്നുണ്ട്, നമ്മളൊക്കെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ശരീരം കൊണ്ട് കർത്താവിനായി പൂർണ്ണമായി വിട്ടു നൽകുവാൻ സാധിക്കുന്നുണ്ടോ? വിശ്വാസത്തോടുകൂടി കർത്താവിന് നിന്നെ സമർപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായും എന്റെ ജീവിതത്തിലേക്ക് രക്ഷ അല്ലെങ്കിൽ സൗഖ്യം കൈവരുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നൽകുന്ന രണ്ടാമത്തെ ചിന്ത ഇപ്രകാരമാണ്: ഇവളുടെ നിഷ്കളങ്കമായിട്ടുള്ള വിശ്വാസമാണ് ഈശോയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാൽ ഞാൻ സൗഖ്യപ്പെടുമെന്ന്. ഈശോയുടെ കരങ്ങളിലോ പാദങ്ങളിലോ അല്ല, അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ള ആഴമായിട്ടുള്ള വിശ്വാസം. ഈ ഒരു സംഭവം കാണിച്ചു നൽകുന്നത് നമ്മളൊക്കെ യഥാർത്ഥ വിശ്വാസത്തോടുകൂടി അനുഷ്ഠിക്കുന്ന നിഷ്കളങ്കമായിട്ടുള്ള ആചാരങ്ങൾ ദൈവം നമ്മിൽ പ്രീതിപ്പെടുവാൻ കാരണമാകുന്നു എന്നുള്ളതാണ്. ആഴമായ വിശ്വാസത്തോടുകൂടി നമ്മളൊക്കെ അനുഷ്ഠിക്കുന്ന നിഷ്കളങ്കമായ ലാളിത്യമുള്ള അനുഷ്ഠാനങ്ങളൊക്കെ ദൈവം നമ്മിൽ പ്രീതിപ്പെടുവാൻ കാരണമാകുന്നുണ്ട്. നമ്മളൊക്കെ കാണുന്നുണ്ട്, ചില മനുഷ്യരൊക്കെ വളരെ ആഴപ്പെട്ട വിശ്വാസത്തോടുകൂടി വിശുദ്ധരുടെ തിരുശേഷിപ്പ് വണങ്ങുന്നത്, വളരെ വിശ്വാസത്തോടുകൂടി പുണ്യവാളന്റെ അമ്പെഴുന്നള്ളിച്ചുകൊണ്ട് ഭവനങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്നത്, വളരെ വിശ്വാസത്തോടുകൂടി പുണ്യവാളന്റെ നടയിൽ തിരികൾ കത്തിച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത്, വളരെ വിശ്വാസത്തോടുകൂടി ചില ദേവാലയങ്ങളിലൊക്കെ വിശ്വാസത്തോടുകൂടി ആ കിണറ്റിലെ വെള്ളം പാനം ചെയ്യുന്നത്, ഇപ്രകാരമുള്ള വിശ്വാസപൂർവമുള്ള ലളിതമായ നിഷ്കളങ്കമായ അനുഷ്ഠാനങ്ങൾ ദൈവം നിന്നിൽ പ്രസാദിക്കുവാൻ, നിന്നിൽ പ്രീതി ഉളവാക്കുവാൻ കാരണമായി തീരുന്നുണ്ട്. ഒരേ ഒരു ആവശ്യകത, ആഴമായ വിശ്വാസത്തോടുകൂടി പ്രത്യാശയോടുകൂടി കർത്താവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രകടമാകുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ അറിയിക്കുകയാണ്. ആഴമായ വിശ്വാസത്തോടെ പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ കൃപയേകണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏകദൈവത്തിലുള്ള വിശ്വാസം ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമെല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനെ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ദൈവത്തിനും എല്ലാവരും മുമ്പ് പിതാവിനെ ശിക്ഷണമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യദൈവമായ അവിടെ നിന്ന് സത്യം സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധീകരണമനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിതരെ മനുഷ്യരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തെ അവസാനം നാളുകയില്ല. കർത്താവും ജീവിതാന്തവും പിതാവിനെ തുടർന്ന് പുറപ്പെടുന്നവരും പിതാവിനോട് പുത്രനോടുമൊപ്പം ആരാധനപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും പ്രവാചകന്മാരോട് സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ ബോധത്തിനുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ ഉയർത്തും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യും.
പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സകല ക്രൈസ്തവ ജനത്തിനും വേണ്ടി ദൈവിക നന്മയുടെ സമൃദ്ധിക്കായി ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ ഇതുവരെയും വിശ്വസിക്കാത്തവർക്ക് വേണ്ടി ആത്മീയ ധാരങ്ങളാൽ അവരെ നിറയ്ക്കണമേ എന്ന് ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനാ സമൂഹത്തിൽ സന്നിഹിതരാകുവാൻ സാധിക്കാത്ത ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി എല്ലാറ്റിനെയും നിരീക്ഷിക്കുന്ന അവിടത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിന്റെ ചെവി ചായ്ക്കുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രദ്ധിക്കുകയും ചെയ്യണമേ. കർത്താവായ ദിവസം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ ദിവ്യബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, കേണപേക്ഷിക്കുന്ന ഈ സഭയുടെ കാണിക്കകൾ കടാക്ഷിക്കുകയും അവയുടെ സ്വീകരണം വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിന്റെ വർദ്ധനയ്ക്ക് ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയോ നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മലർമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും അഭിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മണ്ണ് കണം പോലെ ഈ കാണിക്കകളങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹതയ്ക്ക് തീർത്ഥത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും ചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവേ ഒന്നായി ചേർക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനോടും വൈദിക ഗണത്തോടും അത് സഭയങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർവിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടന സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദൈവമാതാവായ പരിശുദ്ധ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ പങ്കുപെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഒരുമിച്ച് ആലപിക്കാം. എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തിരിക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ള മനസ്സരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നത് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാരും. കർത്താവായ യേശു ക്രിസ്തു
നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്ര മഹത്തായ വസ്തുക്കളാൽ സമ്പൂരിതരായ രക്ഷാകരമായ ദാനങ്ങൾ സ്വീകരിക്കുവാനോ അങ്ങേ സ്തുതികളിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കുവാനോ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളിയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും ഒഴുകി ദിവ്യ പൂജ
എല്ലാം സമാപിച്ചു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.